ഓം ശ്രീ വിഷ്ണുവായ നമ. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സ്വാമീനെ എങ്ങനെ കൊണ്ടുവരാം, അതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം. അപ്പം ഞാൻ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുള്ളത്, നമ്മൾ ആദ്യം നമ്മുടെ കുടുംബദേവതയുടെ അടുത്ത് പോയി അനുവാദം മേടിച്ച് നമ്മൾ യഥാശക്തി വഴിപാട് ചെയ്യുക. അതേമാതിരി നാടിൻ്റെ ദേവതയുടെ അനുവാദം മേടിക്കുക. അതുകൂടാതെ രക്ഷസിന് വഴിപാട് യഥാശക്തി കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ നല്ലൊരു ഗുരുവിനെ കണ്ട് ആ സ്വാമിയുടെ അടുത്തുനിന്ന് നമ്മൾ സ്വാമിയുടെ ആവാഹിക്കുക. ഒന്നല്ലെങ്കിൽ വിഗ്രഹത്തിൽ അല്ലെങ്കിൽ തകിടിലേക്ക് ആവാഹിക്കുക, അല്ലെങ്കിൽ കരുവിൽ ആവാഹിക്കുക. ഏത് രീതിക്ക് വേണേലും കൊണ്ടുവരാം, അതൊന്നും കുഴപ്പമില്ലാത്ത കേസാണ്. പക്ഷേ യഥാശക്തി മന്ത്രവും അവരനുഷ്ഠിക്കുന്ന കർമ്മങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ് ബന്ധനം, ദിഗ്ബന്ധനം ചെയ്ത് നേദ്യാദി കർമ്മങ്ങളിൽ ദിഗ്ബന്ധനം എന്ന് പറയുന്നതും കൂടിയുണ്ട്. അത് ചെയ്യാതെ നമ്മൾ ഇപ്പം എന്താ പറയുക, നമുക്കിവിടെ ചോറും കാര്യങ്ങളൊക്കെ വിളമ്പി വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ സ്വാമിക്കുള്ള നീതിയാദി കർമ്മങ്ങളൊക്കെ കൊടുത്തു വെച്ചേക്കാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെല്ലാ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് സ്വാമിയുടെ അടുത്ത് കഴിക്കാൻ പറയുകയാണ്. അതിൽ വന്ന് വേറൊരു എന്താ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ അലഞ്ഞിരിഞ്ഞിറക്കണ പ്രേതാത്മാക്കളുണ്ടാവുക, ഇല്ലെങ്കിൽ ഒരു ഇതുമില്ലാതെ ഇറക്കുന്ന ദേവതകളുണ്ടാവും. അവർ വന്ന് കഴിയിട്ട് വരേണ്ടി ഒരിക്കലും സ്വാമി കഴിക്കില്ല. നമ്മൾ വിചാരിക്കണം എന്താ, സ്വാമിക്ക് നീതിയാദി കർമ്മങ്ങൾ കൊടുത്തു, സ്വാമി തൃപ്തിയാണ്. അതിൽ ഏറ്റവും വലിയ തെറ്റ്. അതിൻ്റെ ബന്ധനവും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സ്വാമിക്ക് സ്വന്തമായി. പിന്നെ അവിടെ സ്വാമി കഴിക്കുകയാണ്. ഒന്നും അറിയാത്തവർ പലതും ചെയ്യണ്ടാവും, പക്ഷേ അവർക്കുണ്ടാവുന്ന മാറ്റവും മര്യാദയ്ക്ക് കൊണ്ടടക്കുമ്പോൾ അതിനുള്ള മാറ്റവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പലരും പറയുന്നത് ഞാൻ ഫോട്ടോ വെച്ച് ചെയ്യുന്നുണ്ട്, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ യഥാശക്തി പൂജാതി കർമ്മങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നവനുണ്ടാകുന്ന മാറ്റവും അവർക്കുള്ള മാറ്റവും തമ്മിൽ ഭയങ്കര വ്യത്യാസവും ആനയും ഓർമ്മയും തമ്മിലുള്ള വ്യത്യാസമാണ്. പലരും വിളിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനവിടെ ഫോട്ടോ വെച്ചാണ്. ഞാൻ പറയാറുണ്ട്, അത് സങ്കല്പമായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ സങ്കല്പമായിട്ട് ചെയ്യുന്നതും നമ്മൾ ആവാഹിച്ച് കൊണ്ടു നടന്ന് യഥാശക്തി നീതിയാദി കർമ്മങ്ങളും അറിയാതെ ചെയ്യുന്നതും അറിഞ്ഞ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ അറിഞ്ഞ് പഠിച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും പറയുന്നത്, ദിഗ്ബന്ധനം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് സ്വാമിക്കായിട്ട് നമ്മൾ നേദ്യാദി കർമ്മങ്ങൾ കൊടുക്കുമ്പോൾ സ്വാമിക്കുള്ളതാണത്. ഇല്ലെങ്കിൽ അവിടെ പ്രേതാത്മാക്കൾ വന്ന് കൈയിട്ട് വരാണ്. ഇപ്പം ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് അവിടെ ഒരു ഇലയിൽ നിറച്ച് ചോറും കറിയും കാര്യങ്ങളൊക്കെ വെച്ച് വിളമ്പി വെച്ചേക്കണം. അതിൽ ഒരാൾ വന്ന് ഒരു ഉരുള ചോറും കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളതിൽ തൊടുമോ? ഇല്ല. അതെന്തുകൊണ്ടത് എച്ചിലായി. അങ്ങനെയുള്ള സാധനത്തിൽ സ്വാമി ഒരിക്കലും വേറൊരു ദേവത പ്രേതാത്മാക്കളോ എന്തെങ്കിലും വന്ന് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സ്വാമി കഴിക്കുമോ? ഒരിക്കലും കഴിക്കില്ല. സ്വാമീനെ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ സ്വാമി എന്തൊക്കെ കഴിക്കുന്നു എങ്ങനെയാണെന്ന് നോക്കേണ്ട ആവശ്യം നമുക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാമി പല ഇതിലും എന്താ പറയുക, അത് ചിക്കൻ കഴിക്കാതിരിക്കാം, വെള്ളം കുടിക്കാൻ, എന്ത് വേണമെങ്കിലും കാണിക്കാം. അതൊന്നും നോക്കേണ്ട ആവശ്യം നമുക്കില്ല. സ്വാമിക്ക് കൊടുക്കുമ്പോൾ അത്രയും ശുദ്ധവും വൃത്തിയായിട്ട് ആ ബന്ധനം ചെയ്ത് കൃത്യമായിട്ട് വെച്ച് കൊടുത്തതിന് സ്വാമി എടുക്കും. അത് എടുക്കുന്നതിന് കുറേ കാര്യങ്ങളും ഇതൊക്കെയുണ്ട് പൂജാതി കർമ്മങ്ങളിൽ. അതിനെപ്പറ്റിയൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല, പറയാനും പാടില്ല. അത് യഥാശക്തി മന്ത്രോപദേശവും കാര്യങ്ങളും കിട്ടുന്നവർക്ക് മാത്രം ചെയ്യുന്ന കർമ്മവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സറിഞ്ഞ് സ്വാമിനെ ഭജിക്കുന്നവർ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മാറ്റം എന്തുകൊണ്ടില്ല, അത് ഒരിക്കലും സ്വാമിയുടെ കുറ്റമല്ല, നിങ്ങളുടെ പ്രശ്നമാണത്. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെങ്കിലാണ് അത് നിങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. എന്തുകൊണ്ട് എനിക്ക് മാറ്റം വരുന്നില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എൻ്റെ ബിസിനസ്സിൽ എന്താണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ വരുന്നത്, അതിൻ്റെ ചോദ്യം ഞാനിവിടെ സ്വാമിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ കാര്യങ്ങൾക്കും ഒരു മാറ്റമില്ല. അതിൻ്റെ ഉത്തരവാണ് ആ പറയണത്. നമുക്ക് അതിൻ്റേതായ കൃത്യമായിട്ടുള്ള അതിനെപ്പറ്റിയൊരു ഗ്രാഹ്യമില്ല, മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. നമ്മൾ അതിനെപ്പറ്റി പഠിക്കുമ്പോൾ അറിവില്ലാത്തവന് എന്താ പറയുക, ഓരോ അറിവ് കിട്ടുമ്പോഴും അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സ്വാമിനെ പറ്റി ആകുമ്പോൾ നമ്മളെ കൂടുതലായിട്ട് പഠിക്കാൻ നോക്കാം. നമ്മൾ എത്രത്തോളം പഠിച്ചാലും നമുക്ക് മതിയാവില്ല സ്വാമിനെ പറ്റി. ഇപ്പം എൻ്റെ കയ്യിലുള്ള അറിവൊന്നും ഏറ്റവും വലുതാണോ അല്ലെങ്കിൽ എനിക്ക് എല്ലാം അറിയാമെന്നൊന്നും ഞാൻ ഒരിക്കലും ഒരാൾക്കടുത്തും പറയുന്നില്ല. എനിക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ അറിവൊക്കെ വളരെ ചുരുക്കമാണത്. അതിലൊക്കെ വളരെ വലുതാണ് സ്വാമി എന്ന് പറഞ്ഞ ശക്തി. ആ സ്വാമീനെ കൊണ്ടു നടക്കുന്നവർക്ക് എവിടെ നിന്നൊക്കെ സ്വാമി എന്താണ് ആ രീതിക്ക് പഠിച്ച് മര്യാദയ്ക്ക് ചെയ്യുമ്പോൾ സ്വാമി എന്ന് പറയുന്ന ശക്തി അവിടെ കൂടെ ഉണ്ടാവും. സ്വാമിനെ പരിപൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് സ്വാമിയുടെ എന്ത് കാര്യത്തിനിറങ്ങിയാലും, എൻ്റെയൊക്കെ ജീവിതത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാമിനെ മാത്രം പിടിച്ചുകൊണ്ട് നിൽക്കണത്. ഞാൻ മറ്റു ദേവതകളുടെ പൂജയോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയാൻ പാടില്ല. എനിക്ക് ആകെയുള്ള സ്വാമിയും കുട്ടിച്ചാത്തന്മാരും മാത്രമാണ്. എനിക്കവർ മതി. എനിക്ക് രക്ഷപ്പെടാനുള്ള വഴിയും എൻ്റെ ജീവിതവും എനിക്കെല്ലാം അവർ തന്നെയാണ്. എന്തൊരാപത്ത് വന്നാലും എൻ്റെ സ്വാമി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് എന്തൊരാപത്ത് വന്നാലും കൂടെ കൈ പിടിച്ച് കയറ്റുന്നതാണ് സ്വാമി. അത്രയും വിശ്വാസമാണ്. അത്രയും എത്ര ദോഷങ്ങൾ എത്ര പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് വേറെ എങ്ങും കൊണ്ടുവരില്ല. നമുക്കവിടെ സ്വാമിയോടെ എന്താ പറയുക, ഒരു കൈത്താങ്ങായിട്ട് വന്നിട്ട് പിടിച്ച് കയറ്റി തരും. അത്രയും പവറാണ് സ്വാമി. ആ സ്വാമിയിലുള്ള വിശ്വാസം നമ്മുടെ കൂടുന്നതനുസരിച്ച്
നമ്മുടെ കൂടെ നിൽക്കുന്ന സ്വാമിക്ക് ശക്തി കൂടുക. അതിൻ്റെ ഒപ്പം മന്ത്രത്തിനും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കും നമ്മുടെ യഥാശക്തിക്കുള്ള രീതിക്കുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മുടെ കൂടെ വരും. അതാണ് സ്വാമി. സ്വാമിനെ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നിലേക്കും പോകേണ്ട ഒരു ആവശ്യമില്ല. സ്വാമി എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ശക്തിയാണ്. ഓം ശ്രീ വിഷ്ണുവായ നമഃ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എനിക്ക് കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞത് നിർത്തൂല. സ്വാമിനെ പറ്റി പറഞ്ഞാൽ ഒരിക്കലും തീരില്ല. അത് അത്രയും വലിയൊരു ശക്തിയാണ്. എന്നെക്കൊണ്ടെന്നല്ല, ഒരാളെ കൊണ്ടും വർണ്ണിച്ചാൽ പോലും ആ ശക്തിനെ കുറിച്ച് പറഞ്ഞാൽ പോലും തീരില്ല. എല്ലാവർക്കും വിഷ്ണുവായുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓം ശ്രീ വിഷ്ണുവായ നമഃ.